Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2D array എന്താണ്, അതെങ്ങനെയാണ് ജാവയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നാണ്. 2D array അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. നമ്മൾ മുന്നിൽ കാണുന്ന ഏതെങ്കിലും ടേബിൾസ് അത് ചിന്തിച്ചാൽ മതി. എന്തിനെങ്കിലും കുറിച്ചുള്ള ഒരു ടേബിൾ കാണുകയാണെങ്കിൽ അതൊരു 2D array ആയിട്ട് സങ്കല്പിച്ചാൽ മതി. റോസ് ആൻഡ് കോളംസ് ആയിട്ട് നമ്മൾ array അറേഞ്ച് ചെയ്യുന്നതിനാണ് 2D array എന്ന് പറയുന്നത്. മനസ്സിലായോ? 2 dimensional array. 2 dimension എന്ന് വെച്ചാൽ റോസും ഉണ്ട് കോളംസും ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു 3x3 array ആണ്. 3x3 array എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എഴുതുന്ന എപ്പോഴും റോയുടെ കൗണ്ട് ആയിരിക്കും. 3 റോസും 3 കോളംസും. അതാണ് 3x3 array. ഇതിനകത്ത് 1 2 3 റോ ഉണ്ട്. അതുപോലെ 3 കോളംസും ഉണ്ട്. അപ്പോൾ ഈ ഒരു array എങ്ങനെയാണ് നമ്മൾ കോഡ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ, ഇതിനു മുമ്പ് ഞാൻ array ലിസ്റ്റിനെ കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കാണുക. അപ്പോൾ അറേയുടെ വർക്കിംഗ് കൂടുതലായിട്ട് മനസ്സിലാവും. നമുക്കൊരു ജാവ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. array 2D കൊടുക്കാം. ഇനി ഇവിടെ നമ്മൾ പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. 2D array കൊടുക്കാം. ഇപ്പം നമ്മൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് റോസും കോളോ ആയിട്ട് സേവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളൊരു 2D array ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇൻറ്റിജറിൻ്റെ ഒരു 2D array ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 2 സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം. ആദ്യത്തെ സ്ക്വയർ ബ്രാക്കറ്റ് എന്തിനാ? റോസ് എത്ര റോ ഉണ്ടെന്ന് പറയാം. രണ്ടാമത്തെ സ്ക്വയർ ബ്രാക്കറ്റ് എത്ര കോളം ഉണ്ടെന്ന് പറയാം. ഈക്വൽസ് ന്യൂ ഇൻറ്റ് ഓഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഇപ്പോൾ 3x3 array ആണെങ്കിൽ 3, അടുത്ത റോയിലും 3. നമ്മൾ സാധാരണ ഒബ്ജക്റ്റ് ക്രിയേഷൻ പോലെ തന്നെ. അപ്പോൾ നമ്മളിവിടെ ഒരു 3x3 array ഉണ്ടാക്കി. ഓക്കെ, ഞാൻ വേരിയബിൾ കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇൻറ്റ് നമ്പർ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാണ് മാനുവലായിട്ട് ഇപ്പം നമ്മൾ ഇൻസേർട്ട് ചെയ്ത് ഈ 2D arrayക്കകത്തോട്ട് എലമെന്റ്സ് കൊടുക്കുകയാണ്. അപ്പം എങ്ങനെയാണ് കൊടുക്കുന്നത്? അതിന് നമ്മൾ ലൊക്കേഷൻ അറിഞ്ഞിരിക്കണം. ഇതായത് കണ്ടോ, ഇത് ആദ്യത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് 0th റോ. ആദ്യം നമ്മൾ എഴുതുന്നത് റോയുടെ കൗണ്ട് ആയിരിക്കും, രണ്ടാമത് എഴുതുന്നത് കോളത്തിന്റെ. ഇതിപ്പോൾ ഒരു 3x3 arrayയുടെ തന്നെയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ 0th റോ. ആദ്യത്തെ എപ്പോഴും നമ്മൾ 0 എന്നായിരിക്കണം തുടങ്ങുന്നത്, ഫസ്റ്റ് റോ എന്നല്ല പറയേണ്ടത്. അപ്പോൾ 0th റോയിലെ 0th എലമെന്റ് ആണ് ഇത്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ 0th റോയിലെ ഫസ്റ്റ് എലമെന്റ്, 0th റോയിലെ സെക്കൻഡ് എലമെന്റ്. ഇനി താഴത്തെ എടുക്കുമ്പോൾ ഫസ്റ്റ് റോ ആയി അല്ലേ. ഫസ്റ്റ് റോ 0th കോളം, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, അങ്ങനെ 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഇപ്പോൾ 0 എലമെന്റ് നമ്മൾ എങ്ങനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക? ഇവിടെ വന്നിട്ട് നമ്പർ ഓഫ് ഇവിടെ കൊടുക്കുക 0th റോയിലെ 0th എലമെന്റ് അല്ലേ കൊടുക്കുന്നത്, 0 എന്നുള്ളത്. ഇപ്പം ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇമേജ് എന്താണോ അത് കാണിക്കാം. 1 എന്ന് കൊടുത്തിരിക്കുകയാണ്. 1 2 3 4 5 6 7 8 9 അങ്ങനെ ഒരു ഓർഡറിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ എലമെന്റ് എന്ന് പറയുന്നത് 1. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് എലമെന്റ് എങ്ങനെ കൊടുക്കുക? നമ്പർ ഓഫ് 0th ഇൻഡെക്സിലെ ഫസ്റ്റ് എലമെന്റ്, അത് 2 ഇങ്ങനെ കൊടുക്കണം. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ടുള്ള ഒരു ഇമേജ് എടുത്ത് നോക്കിയാൽ മതി. ഇപ്പം 0 കൊടുത്തു, 01 കൊടുത്തു, ഇനി 02 കൊടുക്കണം. അപ്പം നമുക്ക് ഈ കോഡ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് എഴുതിയിട്ട് അതിൽ മാറ്റം വരുത്തിയാൽ മതിയല്ലോ. ഇതാ ഇങ്ങനെയാണ് നമ്മൾ മാനുവലായിട്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. 00 01 02 പിന്നെ 10 11 12 20 21 22 ഓരോ എലമെന്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളിതെങ്ങനെ പ്രിന്റ് ചെയ്യുക? സിസ് ഔട്ട് കൊടുത്തിട്ട് ഇപ്പം മാനുവലായിട്ട് അലോക്കേറ്റ് ചെയ്തല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ഏതെങ്കിലും ഒരു എലമെന്റ് പ്രിന്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇതായിപ്പോൾ 1 2 എന്നുള്ള അറയിൽ എന്താണ് കിടക്കുന്നതെന്ന് നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പോൾ 1 2ൽ എന്താണ് കിടക്കുന്നത്? 6 അല്ലേ. അപ്പോൾ 6 പ്രിന്റ് ആവണം. 6 പ്രിന്റ് ആയി. ഇങ്ങനെയാണ് ഇത് സാധാരണയായിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ ഇതിപ്പോൾ ഒരു നല്ല രീതിയല്ലല്ലോ ഓരോന്നോരോന്ന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ തവണ ഇൻഡെക്സ് നമ്മൾ ഇതിപ്പോൾ എഴുതി കൊടുക്കണം. അപ്പം ഇതെങ്ങനെ എഴുതി കൊടുക്കാതെ നമുക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് തൽക്കാലം താഴോട്ടാക്കാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് പുതിയൊരു അറേ ക്രിയേറ്റ് ചെയ്യാണ്. ഇൻറ്റ് 2D array തന്നെ ക്രിയേറ്റ് ചെയ്തു. വേറൊരു പേര് കൊടുക്കുകയാണ് നമ്പേഴ്സ് കൊടുത്തിട്ട് ഇനി നമ്മൾ അറേക്കകത്ത് എലമെന്റ്സ് അലോക്കേറ്റ് ചെയ്യാണ്. അപ്പം അറേക്ക് ഇങ്ങനെയാണ് ഒരു ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റ് കാണും അല്ലേ. അപ്പം നമ്മുടെ 2D array അല്ലേ. അപ്പം ഇത് നമുക്ക് താഴോട്ട് കൊണ്ടുപോവാം. ഇനി ഇതിനകത്ത് ഒരു അറേ കാണും അല്ലേ. അതായത് ഫസ്റ്റ് റോയിലെ എലമെന്റ്സ് നമുക്ക് ഓരോ റോ വൈസ് ആയിട്ടല്ലേ കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ വീണ്ടും ഒരു അറേ, സാധാരണ അറേ ആണെങ്കിൽ ഒരു കേളി ബ്രാക്കറ്റ്സ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും കൊടുത്താൽ മതിയായിരുന്നു. ഇതിപ്പോൾ 2D array ആകുമ്പോൾ ഒരെണ്ണം കൂടെ കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് എലമെന്റ് കൊടുക്കുക. ഇപ്പോൾ ഈ മുമ്പേ കൊടുത്ത ഓർഡറിലുള്ള എലമെന്റ് തന്നെ കൊടുക്കാം. 1 2 3. ഇപ്പൊ ആദ്യത്തെ റോ ഫില്ലായല്ലോ. ഇനി ഇത് ക്ലോസ് ചെയ്യാം.
എന്നിട്ടൊരു കോമ ഇട്ടിട്ട് വീണ്ടും ഒരെണ്ണം ഓപ്പൺ ചെയ്യാം. നെക്സ്റ്റ് റോ നമ്മൾ കൊടുക്കുകയാണ് 4,5,6. അതുമായിട്ടുണ്ട്. ഇനി ഒരു കോമ കൊടുക്കുക. ഇതിപ്പോൾ സ്പേസ് അടിച്ച് താഴോട്ടാക്കാം. 2D അറേ ടേബിൾ പോലെ തോന്നിക്കാനാണ്. 4, 5, 6, 8, 9. ഓക്കെ, നമ്മൾ എലമെന്റ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെ എറർ കാണിക്കുന്നത് ഈ അറേ ക്ലോസ് ആകുമ്പോൾ ഇവിടെ ഒരു സെമിക്കോളം കൊടുക്കണം. സെമിക്കോളൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് മേപ്പോട്ടാക്കാം. ഇതാ ഇപ്പം ഈ അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഓർഡറിൽ എങ്ങനെയാണ് പ്രിന്റ് ചെയ്യേണ്ടത്? ഇതാകുമ്പോൾ നമ്മൾ സൈസ് ഒന്നും സെറ്റ് ചെയ്ത് കൊടുക്കുകയൊന്നും വേണ്ട. നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. മറ്റേ ഓരോ ഇൻഡെക്സിലെയും പറഞ്ഞു കൊടുക്കണ്ട. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ എലമെന്റിനെ ആക്സസ് ചെയ്യുന്നത്, ഇതിനെങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ലൂപ്പ് ചെയ്യണം അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഫോർ ലൂപ്പ് എഴുതുക? ഫോർ ഇൻറ്റ് i = 0, i less than. ഇപ്പൊ ഈ അറയുടെ ലെങ്ത് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ലെങ്ത് കൊടുക്കാം. പക്ഷെ നിങ്ങൾക്ക് അതൊരു കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെങ്ത് പറയേണ്ടത് അറയുടെ നെയിം ഡോട്ട് ലെങ്ത് എന്ന് കൊടുത്താൽ മതി. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ലെങ്ത് തീരുമ്പോൾ നിർത്തിക്കോളും. നമ്മൾ അതിന്റെ നമ്പർ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. i++ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കിത് ജസ്റ്റ് സിസ് ഔട്ട് ചെയ്ത് നോക്കാം. സിസ് ഔട്ട് എന്താണ്? നമ്പേഴ്സ് ഓഫ് 2D അറേ അല്ലേ? അപ്പോൾ i എന്ന് കൊടുക്കണം. ഇനി നമുക്ക് ഈ മേളത്തെ സിസ് ഔട്ട് കമന്റ് ചെയ്യാം. ഇതിപ്പോൾ തൽക്കാലം വേണ്ടല്ലോ. ഇനി നമുക്കിത് പ്രിന്റ് ചെയ്ത് നോക്കാം എന്ത് വരുമെന്ന്. അപ്പം നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ ഇത് ഔട്ട്പുട്ട് 159 എന്നാണ് വന്നത്. ഇതെന്തായിരിക്കും ഇങ്ങനെ വന്നത്? ഇതാ ഇപ്പം നോക്കിയേ നിങ്ങൾ, 159 വരാൻ കാര്യം ഇത് ഡയഗണൽ ആയിട്ടുള്ള എലമെന്റ് ആണ് വന്നത്. ആദ്യത്തെ എലമെന്റ് വന്നു, പിന്നെ അടുത്ത രണ്ടെണ്ണം വന്നില്ല. അടുത്തതിൽ ഡയഗണൽ ആയിട്ട് ഈ 5 വന്നു, പിന്നെ ഈ 9 വന്നു. ഇതെന്താ ഇങ്ങനെ പ്രിന്റ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2D അറേ അല്ലേ കൊടുത്തത്. ഇതപ്പോൾ ഇതിന്റെ ഇൻഡെക്സ് ആദ്യം 0, 0 ആവും, പിന്നെ ഈ ലൂപ്പിന് പുറത്ത് വരും. അപ്പൊ ഐയുടെ വാല്യൂ 1 ആവും. അപ്പൊ 1, 1 ആവും, പിന്നെ പുറത്ത് വരും. അപ്പോൾ 2, 2 ആവും. അതുകൊണ്ടാണ് ഈ ഡയഗണൽ ആയിട്ടുള്ള എലമെന്റ്, അതായത് 0, 0, 1, 1, 2, 2 കിടക്കുന്ന എലമെന്റ്സ് ആണ് പ്രിന്റ് ആയത്. അതായത് കണ്ടോ, ഇത് 0, 0, 1, 1, 2, 2, 1ഉം 5ഉം 9ഉം അതുകൊണ്ടാണ് വന്നത്. നമുക്ക് അങ്ങനല്ലല്ലോ, ഈ ഫുൾ എലമെന്റ് വേണം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഒരു ലൂപ്പ് കൂടി എഴുതണം. മനസ്സിലായോ? അതായത് ഇവിടെ 0 ആവുമ്പോൾ ഇവിടെ 0 വരണം, പിന്നെ 0, 1 എടുക്കണം, പിന്നെ 2 എടുക്കണം അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ലൂപ്പ് കൂടി എഴുതാം. ഒരു j ലൂപ്പ്. ഇൻറ്റ് j = 0, j less than. നമ്മൾ ആ നമ്പേഴ്സിന്റെ ലെങ്ത് കൊടുത്താൽ മതി. നമ്പേഴ്സ് ഡോട്ട് ലെങ്ത് j++ കൊടുക്കുക. എന്നിട്ട് ലൂപ്പ് ക്ലോസ് ചെയ്യാം. ഇപ്പൊ ഇതെന്ത് സംഭവിക്കുന്ന വെച്ചാൽ ആദ്യത്തെ തവണ ഇത് കയറുമ്പോൾ ഐയുടെ വാല്യൂ 0 ആവും, 0, 0 ആവും. വീണ്ടും ഇത് ഈ ലൂപ്പിനകത്ത് തന്നെ ആവുമ്പോൾ ഐയുടെ വാല്യൂ 0, പിന്നെ ഈ j ലൂപ്പ് ആയിരിക്കും വർക്ക്ഔട്ട് ആവുക. 1 ആവും, 2 ആവും. അപ്പൊ എത്രയാണ്? 2 വരെ ആവുമ്പോൾ ഇത് കഴിയുമല്ലോ. അപ്പൊ ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. പിന്നെ 1 ആവും. 1 ആവുമ്പോഴും ഇതേ വർക്കിംഗ് തന്നെ. അപ്പൊ നമ്മൾ ഇവിടെ i മാറ്റിയിട്ട് j കൊടുക്കണം. മനസ്സിലായോ? ഇനി നമ്മൾ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതാ റൺ ചെയ്തപ്പോൾ ഔട്ട്പുട്ട് വന്നുണ്ടോ? 1, 2, 3, 4, 5, 6, 7, 8, 9. അതങ്ങനെ താഴെ താഴെ വന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ആക്സസ് ചെയ്ത് ആദ്യം 0, 0 പ്രിന്റായി, 0, 1 പ്രിന്റായി, 0, 2 പ്രിന്റായി, പിന്നെ 1, 0 പ്രിന്റായി. അങ്ങനെ അറേയുടെ എലമെന്റ്സ് പ്രിന്റായി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.